ജോയിൻ ചെയ്ത നിങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് എൽബേൽ ചർച്ചിലെ ആരാധനയ്ക്ക് കടന്നു വന്ന ദൈവമക്കളെല്ലാവരെയും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടെ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഓൺലൈനിൽ കൂടെ ഞങ്ങളെ കാണുന്നവരെയും കേൾക്കുന്നവരെയും നിങ്ങളെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. ദൈവവചനം പഠിക്കുവാൻ നിങ്ങളെടുക്കുന്ന സമയം വളരെ അനുഗ്രഹമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഞാൻ യാത്ര ചെയ്ത സ്ഥലത്തൊക്കെ എന്നെ അറിയാൻ വയ്യാത്ത ആൾക്കാർ പറഞ്ഞു, റോയ് പാസ്റ്ററുടെ മെസ്സേജുകൾ ബൈബിൾ ക്ലാസ് കേൾക്കാറുണ്ട്. ഞങ്ങളുടെ ലൈഫിൽ അത് വലിയ അനുഗ്രഹമാണ്. എനിക്കത് വലിയ സന്തോഷമാണ്. ദൈവമേ, അവരുടെ ജീവിതത്തിലൊക്കെ എൻ്റെ ക്ലാസ്സൊക്കെ 2-3 മിനിറ്റ് അല്ല, 1 മണിക്കൂറൊക്കെയാണ്. അത് കേൾക്കാൻ സമയം എടുക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായതുകൊണ്ട്. അപ്പോൾ അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായതുകൊണ്ട് അവർ വേറെ വിഷയങ്ങളും കേൾക്കുന്നത്. ഈ ആഴ്ചയിൽ പല ആൾക്കാർ, ഇന്ത്യക്ക് വെളിയിൽ നിന്നും പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് ഓരോന്ന് പറയാം, പാസ്റ്ററുടെ ക്ലാസ്സുകൾ ഞങ്ങൾ കേൾക്കുക. ഈയിടയ്ക്ക് ഞങ്ങൾ ഓരോ ക്ലാസ്സുകൾ, ടാബർനാക്കിൾ, ടൈം ആൻഡ് സീസൺ, ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. കാരണം ദൈവവചനം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം. നിങ്ങൾ അതുമാത്രം ഓർത്താൽ നമ്മുടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ബ്ലെസ്സിങ്, ഉയർച്ചയായിത്തീരും കേട്ടോ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലം, അല്ലെങ്കിൽ ഡെലിവറൻസ് ഫ്രം ദി ജനറേഷണൽ പ്രോബ്ലംസ്, ട്രഡീഷണൽ പ്രോബ്ലംസ്. ഇത് ഒരു സാധാരണ വിഷയമല്ല, ഇത് ഇച്ചിരി ഡീപ്പാണ്. പിശാചിനൊട്ടും ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ ഏതെങ്കിലും രീതികളിൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ, ഒന്നി കേൾപ്പിക്കാതിരിക്കാൻ, അതല്ലെങ്കിൽ പ്രസംഗിപ്പിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ പിശാച് എങ്ങനെയെങ്കിലും ശ്രമിക്കും. പക്ഷേ കാരണം അവനറിയാം ഈ വിഷയത്തിൻ്റെ ഡെപ്ത് എന്തോ, അവൻ്റെ അടിവേരിനെ പിടുന്നത്. നിങ്ങളതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഒന്നും നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. നമ്മുടെ കണ്ണുകളടച്ച് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകാം. കാരണം കർത്താവ് നമ്മളെ സഹായിച്ചെങ്കിലേ ഉള്ളൂ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ അടുക്കൽ വരുന്നു. ഈ വിഷയം പഠിക്കുവാൻ, വിടുതലാകുവാൻ, അങ്ങ് ഞങ്ങളെ പൂർണ്ണമായി വിടുവിക്കുവാൻ അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. എൽബേൽ ഏജി ചർച്ചിൻ്റെ മീതെ ഇറങ്ങി വരണമേ. ഇത് കേൾക്കുന്നവരുടെ മീതെ ഇറങ്ങി വരണേ. അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നേരിട്ട, അവരെ ഓടിച്ച, അവരെ തകർത്ത, അവരെ പിടിച്ചുകെട്ടി അടിമയാക്കിയ സകല ദുഷ്ടശക്തികളും അതിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് അതിനെ തകർത്ത് ജയിച്ച് മുന്നേറാൻ ദൈവം അങ്ങയുടെ മക്കൾക്ക് കൃപ കൊടുക്കണേ. സഭയെ അനുഗ്രഹിക്കണമേ. സഭയെ കർത്താവ് വളർത്തണമേ. സഭയിലുള്ള ഓരോ ദൈവമക്കളെ അടിയൻ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കാവൽ നൽകണമേ. വചനത്തിൻ്റെ വാതിലുകളെ, ഉറവുകളെ തുറക്കണമേ. മഹത്വം ദൈവം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലം എന്നുള്ള വിഷയത്തിൻ്റെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ തൊട്ടുകൊണ്ട് നമുക്ക് വീണ്ടും തുടങ്ങാം. ഞാൻ വീണ്ടും ഇത് പറയുന്നതിൻ്റെ പിമ്പിൽ അർത്ഥമുണ്ട്. കാരണം എനിക്ക് ഇതൊരു വാക്കെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോയാൽ ഭയങ്കര ആഴമാണ്. നമ്മുടെ ജീവിതത്തിൽ വിടുതൽ വേണ്ടിയ, അല്ലേ, ഏതൊക്കെ ഏരിയ എന്നറിയാമോ? ഇത്രയും ഏരിയകളിൽ വേണം. ഇതൊക്കെ പൂർവ്വപിതാക്കന്മാർ ഇത്രയും പാറ്റേൺ നമ്മുടെ മേലുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷെ നമ്മൾ വിടുതലെടുക്കുമ്പം ഇത്രയും ഏരിയകളിൽ വിടുതലെടുക്കണം. ഫിസിക്കലി വിടുതലെടുക്കാൻ പറ്റുമോ? ഞാൻ പറയുന്ന കേട്ടാൽ ചിരിക്കും. ഫിസിക്കലി വിടുതലെടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും മകൻ അവരെ കണ്ടാൽ, നിന്നെ നോക്കിയാൽ നീ ആ വീട്ടിലെ അല്ലെന്ന് പറയും. അതുപോലെ ചേഞ്ചസ് വരും. നിങ്ങളെ, അപ്പനെയും അമ്മയും നിങ്ങളെ കൂടെ നോക്കിയാൽ, കാരണം നിങ്ങളുടെ ഫിസിക്കൽ ഫേസിൻ്റെ, ഞാൻ പറയുമ്പോൾ ചിരിക്കല്ലേ, സ്കിൻ ടോൺ ഉൾപ്പെടെ മാറിപ്പോവും. അങ്ങനെയുള്ള വളരെ ചുരുക്കം ആൾക്കാരെ എനിക്കറിയാം. കാരണം അവരുടെ ലൈഫ്, അവർ പ്രാർത്ഥനയും വചനവും അവർ വേരോടെ പിടിത് കളയേണ്ടി പോലെ പിടിത് കളഞ്ഞു. അതൊക്കെ ഇച്ചിരി ഭയങ്കര ഇമോഷണൽ മതിലായിരുന്നു. അതിനെയൊക്കെ ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കെട്ടി വെച്ചേക്കുന്ന ഇത്രയും നാൾ ഞങ്ങൾക്ക് ഇങ്ങനായിരുന്നു, അതിനെയൊക്കെ ഇടിച്ച് കളഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് കയറിപ്പോയി. അപ്പം മാറാം. ഫിസിക്കലി, 2 സൈക്കോളജിക്കലി സ്ട്രക്ചർ. നിങ്ങളുടെ മാതാപിതാക്കളുടെ മീതെ വ്യാപരിക്കുന്ന വിസ്റ്റമായി അല്ല നിങ്ങളുടെ മേൽ വ്യാപരിക്കേണ്ടത്. വിസ്റ്റം ഉള്ള മാതാപിതാക്കളുണ്ട്. ആ നല്ല ഗുണങ്ങളെല്ലാം മാതാപിതാക്കളുടെ വേണം കേട്ടോ. നല്ല ഗുണങ്ങളെല്ലാം മാതാപിതാക്കളുടെ വേണം. പക്ഷെ അവരെ തകർത്ത് കളഞ്ഞ, ഞാൻ നെഗറ്റീവായിട്ടുള്ളത് പറയാം കേട്ടോ. അവരെ പിടിച്ചു കെട്ടിയ, അവരെ തകർത്ത് കളഞ്ഞ, അവർ ചതിക്കപ്പെട്ടു, അവരെ വഞ്ചിച്ചു, ആൾക്കാരെല്ലാം അവരെ പരിഹസിച്ചു, അവർ നിന്നാപാത്രമായി. ഇതൊന്നും നിങ്ങളുടെ മേൽ വേണ്ട. ഞാൻ പറയുന്ന മനസ്സിലായി. നിങ്ങളതിൻ്റെ മീതെ കയറാൻ തക്കവണ്ണമുള്ള ദൈവിക കരുത്ത്,
ആർജവം, ഊർജം, ബലം, വിസ്റ്റം നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ സിരകളിലും ദൈവം പകരട്ടെ കേട്ടോ. അടുത്തത് ഇമോഷണൽ പാറ്റേൺ. നിങ്ങളുടെ ഇമോഷണൽ പാറ്റേൺ ചേഞ്ച് ആകണം. അപ്പനും അമ്മയ്ക്കും പറ്റിയതുപോലല്ല, ആ ഇമോഷണൽ പാറ്റേൺ അത് ഡെലിവറൻസ് നടക്കണം കേട്ടോ, ഡെലിവറൻസ്. അടുത്തത് സ്പിരിച്വൽ. ചില വ്യക്തികൾക്ക് സ്പിരിച്വലി ഭയങ്കര ഒരു സ്കൂളിൽ ഒരു ടീച്ചർ 100 പിള്ളേരെ പഠിപ്പിക്കും. ചില പിള്ളേർക്ക് ഭയങ്കര ഗ്രാസ്പിംഗ് കപ്പാസിറ്റിയാണ് അല്ലേ, ഭയങ്കരമാണ് ഗ്രാസ്പിംഗ്. ഇതുപോലെ ഒരു ചർച്ചിൽ ഒരു പാസ്റ്റർ ദൈവവചനം പ്രസംഗിച്ച ചില ആൾക്കാർക്ക് അത് ഭയങ്കര വിടുതലാണ്. മറ്റു ചിലർക്ക് എത്ര പ്രസംഗിച്ചു 25 വർഷമായിട്ട് ഇവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, ഇവർക്കൊന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനായി തീരൽ, എൽ ബഥേൽ ചർച്ച് അങ്ങനായി തീരരുത്. എനിക്ക് അതിനകത്ത് എവറി ഏരിയാസിൽ ദൈവത്തിൻ്റെ വിസ്റ്റമുള്ളവരായി തീരണം കേട്ടോ. നിങ്ങൾ വിസ്റ്റമുള്ളവരായി തീരണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തു എന്ന തലയോളം വളരാൻ പറഞ്ഞ ശരീരം കൊണ്ടല്ല, അവൻ്റെ പരിജ്ഞാനത്തിൽ, അവൻ്റെ വിശുദ്ധിയിൽ, അവൻ്റെ അനുസരണത്തിൽ, അവൻ്റെ സ്വഭാവത്തിൽ, അവൻ്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപരാകാനാണ്. നമ്മുടെ എവറി ഏരിയകളിൽ കെട്ടുപൊട്ടട്ടെ കേട്ടോ. അതാ വചനം മെഡിസിനാണ്. ആൻറ്റിബയോട്ടിക്കിനെക്കാട്ടിലും പവർഫുള്ളാണ് ദൈവത്തിൻ്റെ വചനം. ലോകത്തിലുള്ള ഇന്നുള്ള ഏറ്റവും വലിയ മെഡിസിനെക്കാട്ടിലും, ഏറ്റവും വിലയേറിയ മെഡിസിനെക്കാട്ടിലും, അതിനെക്കാട്ടിലും വിലയുള്ള 1000 ലക്ഷ കോടിക്കണക്കിന് വിലയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം കേട്ടോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ഉയർത്തും. സ്പിരിച്വൽ ദൈവം നിങ്ങൾ തുറന്നു തരട്ടെ. അടുത്തത് ക്യാരക്ടറിനകത്ത് ചേഞ്ച് നടക്കട്ടെ. ഇതൊരു ഭയങ്കര വിഷയമാണ്. ക്യാരക്ടറിനകത്ത് ചേഞ്ച് നടക്കട്ടെ. സിക്നസസ്, നിങ്ങളുടെ മാതാപിതാക്കളുടെ മീതെ വന്ന അറ്റാക്കുകൾ ഞാൻ മുമ്പോട്ട് വരും പഠിപ്പിക്കാം. ചില വ്യക്തികളുടെ മാതാപിതാക്കളുടെ മേലൊരു സമയം വരാണ്ടിരുന്നു ഈ അറ്റാക്കുകൾ വരാൻ. ചില മാതാപിതാക്കളുടെ മേൽ സ്പിരിച്വൽ അറ്റാക്കിന് സമയം വരാണ്ടിരുന്നു, രോഗത്തിൻ്റെ അറ്റാക്കിന് സമയം വരാനിരുന്നു, നഷ്ടങ്ങളുടെ അറ്റാക്ക്, തകർച്ചയുടെ, ഇതിനൊക്കെ ഒരു സമയം വെച്ചുകൊണ്ടിരുന്നു. ആ അറ്റാക്ക് മോനെ എടുത്ത് നോക്കിയാൽ ബ്ലഡ് പരിശോധിച്ചാൽ ഒന്നും കിട്ടത്തില്ല. ബ്ലഡ് പരിശോധിച്ചാൽ ഒന്നും കിട്ടത്തില്ല. ഞാൻ ഒരിക്കലും ഒരു ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി പ്രാർത്ഥിച്ചു. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ആരാ എന്തോന്നൊന്നും പറയുന്നില്ല. പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് ചെയ്തു. പുള്ളിക്ക് അടുത്ത ദിവസം ഓപ്പറേഷൻ വിധിച്ചേക്കുക. പുള്ളിക്ക് ഓപ്പറേഷൻ വെച്ചേക്കുക. വിശ്വാസികളല്ല, പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഞാൻ അങ്ങോട്ട് വന്ന് തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഈ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ദുരാത്മാവാണ്, വയറ്റി ദുരാത്മാവ് കിടക്കുമെന്നാണ്. സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിനകത്ത് സാധനങ്ങളെല്ലാം ഉണ്ട്. എന്നോട് കർത്താവ് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്തിട്ട് പ്രയോജനമില്ല. എനിക്ക് അറിയാവുന്ന അങ്ങനെ ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾ അടുത്ത ദിവസം ഓപ്പറേഷൻ്റെ ഡേറ്റിന് മുമ്പേ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക, അവിടെ നിങ്ങൾക്ക് വിടുതലെന്ന് പറഞ്ഞു. ഞാൻ മെഡിസിനോ ഓപ്പറേഷനോ ഒന്നിനും എതിരല്ല കേട്ടോ. കാരണം ബൈബിൾ പറയുന്നുണ്ട്, സൗഖ്യമല്ലാത്തവർക്ക് രോഗിക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ സ്പിരിച്വലി വന്ന അറ്റാക്കിനെ സ്കാനിങ് മിഷനും എക്സ്റേയിലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അവർ ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വെളിയിൽ കൊണ്ട് ഡിസ്ചാർജ് ആകുന്നതിന് ആ പ്രോബ്ലം പിന്നെ പുള്ളിക്കുണ്ട്. ഓപ്പറേഷൻ ചെയ്തു, ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് സെയിം പ്രോബ്ലം. വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. പിന്നെ എന്നെ എവിടെ വെച്ചൊക്കെ കല്യാണത്തിനും ഫംഗ്ഷനും എവിടെയെങ്കിലും കാണുമോ ഓടി വന്നിട്ട് എൻ്റെ കൈക്ക് പിടിച്ചിട്ട്, മോൻ മോൻ പറഞ്ഞതാ ഓപ്പറേഷൻ ചെയ്യല്ലേ, പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. മോനെ ഓപ്പറേഷൻ ചെയ്തു, പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് സൗഖ്യമായിട്ടില്ല. നമ്മുടെ ലൈഫിൽ ഈ സിക്നസസ് ചിലതിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം. എക്സ്റേക്കകത്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അനുസരിക്കുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ ഏറ്റവും വലിയ അനുഗ്രഹം. അടുത്തത് ബ്ലെസ്സിങ്സ്. പിതാക്കന്മാരിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, മാതാക്കളിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ വരട്ടെ. വല്യമ്മയിലുള്ള വിശ്വാസം, നിൻ്റെ അമ്മയിലുള്ള വിശ്വാസം, തിമത്തിയോസെ നിൻ്റെ മേൽ വരും അല്ലേ. അബ്രഹാമിൻ്റെ അനുഗ്രഹം, അബ്രഹാം മരിച്ചതോടെ തീർന്നിട്ടില്ല, ക്രിസ്തുയേശുവിൽ നമുക്ക് വരും അല്ലേ. എത്രാമത്തെ തലമുറയിലാണ്? അബ്രഹാം ജീവിച്ചിരുന്നതിൻ്റെ 42ാമത്തെ തലമുറയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. നമ്മൾ എത്രാമത്തെ തലമുറ? കഴിഞ്ഞ ആഴ്ച തലമുറയുടെ ഒരു കണക്ക് പറഞ്ഞായിരുന്നല്ലേ അല്ലേ. തലമുറയുടെ കണക്ക് 200 തലമുറയെങ്കിലേ ഉള്ളൂ. പക്ഷേ കണക്ക് കൂട്ടിയാൽ 162 തലമുറയൊക്കെ വരത്തുള്ളൂ. 120, 162 ഉള്ളൂ. പക്ഷേ 200 തലമുറ കൂട്ടിക്കോ,
എന്നാൽ പോലും 1000 തലമുറ എത്തിയിട്ടുണ്ടോ? അല്ലേ? എനിക്ക് തോന്നുന്നില്ല 1000 തലമുറ ഒരിക്കലും എത്തുമെന്ന്. കാരണം അതിനു മുമ്പ് നമ്മുടെ കർത്താവിൻ്റെ വരവ് നടക്കും. അല്ലേ? ദയ കാണിക്കുന്ന ദൈവം. ബ്ലെസ്സിങ്സ്, കേഴ്സ്, ശാപങ്ങൾ വരും. വചനത്തിൽ നിങ്ങളെ പറഞ്ഞിരിക്കുന്ന ആ പൂർണ്ണ ജീവൻ, പൂർണ്ണ മഹത്വം നമ്മളിൽ ഇന്ന് വെളിപ്പെടുന്നില്ലെങ്കിൽ എവിടെയോ കാരണങ്ങൾ കിടപ്പുണ്ട്, മാറ്റിക്കളണം. ഞാൻ പറഞ്ഞ മനസ്സിൽ വചനത്തിൻ്റെ മഹത്വം, ജീവൻ, സൗഖ്യം, ആരോഗ്യം, എവറിത്തിങ് നമ്മുടെ മേൽ വെളിപ്പെടുന്നില്ലെങ്കിൽ എവിടെയോ വചനത്തിനകത്ത് തെറ്റ് കിടക്കുന്നതല്ല, നമ്മുടെ ലൈഫ് നമ്മൾ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അല്ലേ? നമ്മൾ മാറ്റിക്കളയണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ മറക്കല്ലേ. ഈ ഏരിയകളിൽ ദൈവമക്കൾ വിടുതലെടുക്കണം. ലാസ്റ്റ് ക്ലാസ്സുകളിലേക്ക് പോകാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യല്ലേ. ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പം വിടുതലെടുക്കണം. എൻ്റെ കർത്താവിന് സ്തോത്രം. നമുക്ക് അബ്രഹാമിൻ്റെ ചരിത്രം, ഈ ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. അല്ലേ? പ്രത്യേകിച്ച് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുക പ്രേം ബ്രദർ അത് ടൈപ്പ് ചെയ്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ഞാനത് കണ്ടു. ഞാൻ ലേറ്റായിട്ടാണ് വായിച്ചത്. ഞാൻ എവറിത്തിങ് ശ്രദ്ധിച്ചു. പ്രേം ബ്രദറെ താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രേം ബ്രദറിനെയും കർത്താവ് ഇതുപോലെ ഉപയോഗിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. കാരണം വചനത്തിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്താൽ, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്താൽ, കാരണം അത് നിങ്ങളുടെ ലൈഫിൽ വലിയ അനുഗ്രഹം, ഭയങ്കര അനുഗ്രഹം. നോക്കിയേ, നമ്മൾ അബ്രഹാമിൻ്റെ ചരിത്രങ്ങൾ തൊട്ട് പഠിച്ചു തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അബ്രഹാമിൻ്റെ ചരിത്രങ്ങൾ തൊട്ട് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് അല്പം ഇവിടോട്ട് വരാം. പക്ഷേ അതിന് മുമ്പേ നമുക്ക് വേറൊരു ചാപ്റ്ററിലേക്ക് കയറിയിട്ട് ഒന്ന് വരാം. ഈ ചാപ്റ്റർ ഒന്ന് പറയണമെന്ന് ഞാൻ ഓർത്തെ. ഓക്കെ, ശരി. നമുക്ക് എന്തുമായാലും നമുക്കെന്നാൽ പിന്നെ ഓർഡറായിട്ടങ്ങ് പോകാം. ഇവിടെ നിങ്ങൾക്കൊരു പക്ഷേ ഞാൻ ഇന്ന് എനിക്കത് പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്ന് ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേനെ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് വരും. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ പോകാം. ഞാൻ അബ്രഹാമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഞാൻ പറയുക. അവിടെ തൊട്ട് ഇന്ന് തുടങ്ങാം. ഇസ്രയേൽ മക്കൾ അവർ 6 ഏരിയകൾ അല്ല 7 ഏരിയകളിൽ അവർ കെട്ടപ്പെട്ടു പോയി. 7 ഏരിയകളിൽ അവർ കെട്ടപ്പെട്ടു പോയി ഇസ്രയേൽ മക്കൾ. എന്നാൽ നിങ്ങൾ ഡേറ്റ് എഴുതി വെച്ചു, വർഷം എഴുതി വെച്ചു ആൻറ്റി, പഠിക്കാൻ നല്ലതാണ്. 1446 അവരുടെ വിടുതൽ നടക്കുന്നത്. 1446 ഇസ്രയേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് വിടുതലാകുന്നത് കേട്ടോ. 1446 1446 BCE ഇസ്രയേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് ഡെലിവർ ആകുന്നത്. അതിൻ്റെ 430 വർഷം പുറകിൽ 1800 വരും. 1800 കേട്ടോ, 1800. അന്ന് തൊട്ട് ഇസ്രയേൽ മക്കൾ ഏതൊക്കെ ഏരിയകളിലാണ് കെട്ടപ്പെട്ടതെന്നറിയാമോ? 7 ഏരിയകളിലാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഏരിയകളിലെല്ലാം കെട്ടപ്പെടും. ഒന്നാമത്തെ ഏരിയ ഇതൊന്ന് തൊട്ടുപോവാം. സ്പിരിച്വലി അവർ കെട്ടപ്പെട്ടു. ആത്മീകമായി ഇസ്രയേൽ മക്കൾ കെട്ടപ്പെട്ടു. ഒരു വ്യക്തിയുടെ ആത്മീയത്തിൽ ഡെലിവറൻസ് നടന്നാൽ അവൻ്റെ ബാക്കിയുള്ള ഏരിയകളിലൊക്കെ കെട്ടുപൊട്ടും കേട്ടോ. ആത്മീകമായിട്ട് അവൻ്റെ കെട്ട് പൊട്ടിയാൽ പല ഏരിയകളിലും കെട്ടുപൊട്ടും. സ്പിരിച്വലി ആ വ്യക്തിയെ അവരെ ബന്ധിച്ചു കളഞ്ഞു. രണ്ടാമത്തേത്, നിങ്ങൾക്ക് സ്പിരിച്വലി എന്നുള്ള എക്സ്പ്ലനേഷൻ വേണോ? ഇസ്രായേൽ മക്കൾ അടിമയാണ്. അവർക്ക് ആരാധിക്കാനോ ഒന്നിനും സൗകര്യമില്ലാത്ത, ദൈവത്തിനെ കരയുകയും നിലവിളിക്കുകയും ചെയ്യുക അല്ലാതെ, കർത്താവ് തന്നെ വന്ന് പറയുന്ന ഇങ്ങനെ, എൻ്റെ ജനത്തെ ആരാധിക്കേണ്ടതിന് മരുഭൂമിയിൽ വിട്ടയക്കാൻ കേട്ടോ. ആരാധനയ്ക്കാണ് അതിന് വിടുതൽ നടന്ന എവറി ഏരിയയിൽ വിടുതൽ നടക്കും. സ്പിരിച്വലി. രണ്ടാമത്തേത് ഫിസിക്കലി. സ്പിരിച്വലി ഡെലിവറൻസ് നടന്നാൽ രണ്ടാമത്തെ ഫിസിക്കലി ഡെലിവറൻസ് നടക്കും. അപ്പോൾ ഫിസിക്കലി. മൂന്നാമത്തെ സൈക്കോളജിക്കലി കെട്ടപ്പെട്ടു. നാലാമത്തേത് ഇമോഷണലി കെട്ടപ്പെട്ടു. വൈകാരികമായി കെട്ടപ്പെട്ടു പോയി. അഞ്ചാമത്തേത് സോഷ്യലി കെട്ടപ്പെട്ടു പോയി.
സാമൂഹിക ജീവിതത്തിൽ കെട്ടപ്പെട്ടു പോയി. ആറാമത്തേത് റിസോഴ്സലി കെട്ടപ്പെട്ടു പോയി. റിസോഴ്സലി. കാരണം അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ എന്തൊക്കെ കണ്ടാലും അവർക്കൊന്നുമില്ല. എന്തോ കണ്ടാലും ഇഷ്ടികയും വൈക്കോലും കട്ട ഇതേ ഉള്ളൂ. വൈക്കോല്, കട്ട, ഇഷ്ടിക ഇതേ ഉള്ളൂ അവരുടെ ലൈഫിൽ. റിസോഴ്സലി. ഏഴാമത്തേത് ഫിനാൻഷ്യലി കെട്ടപ്പെട്ടു പോയി. അവർക്കൊരു നന്മയില്ലാതായിപ്പോയി. ഇത്രയും ഏരിയകളിൽ 4 തലമുറ കെട്ടപ്പെട്ടു പോകാൻ കാരണം എന്തായിരുന്നു? കാരണം എന്താ? ഞങ്ങൾ ഇതിൻ്റെയൊക്കെ പല ആംഗിളുകളിൽ കൂടെ പഠിക്കുന്ന, ഞാൻ ആ സ്റ്റഡിയുടെ ലെവലിൽ പോയാൽ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് അതൊക്കെ അതിൻ്റെയൊക്കെ ഗ്ലിംസ് മതി. ഇസ്രായേൽ മക്കൾ ഇങ്ങനെ കെട്ടപ്പെട്ടു പോകാനുള്ളതിൻ്റെ കാരണം, 7 രീതികളിൽ കെട്ടപ്പെടാനുള്ളതിൻ്റെ കാരണം അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാണ്. എന്ന് പറഞ്ഞതാ അബ്രഹാമിൻ്റെ 85-ാം വയസ്സിൽ. ഇനി അബ്രഹാമിൻ്റെ 85-ാം വയസ്സോ എന്ന് പറയുമ്പം ഒന്ന് നോക്കിക്കേ. അബ്രഹാമിൻ്റെ 85-ാം വയസ്സെത്തുമ്പോൾ അബ്രഹാമിൻ്റെ ആ ചരിത്രങ്ങൾ നോക്കിക്കേ. ജോസഫിൻ്റെ മരണശേഷമാണ് ഇസ്രായേൽ മക്കൾ അടിമയാകുന്നത്. ജോസഫിൻ്റെ മരണശേഷമാണ്. നോക്കിക്കേ, ജോസഫ്, യാക്കോബ്, ഐസക്ക്, എബ്രഹാം. അബ്രഹാമിൻ്റെ 85-ാമത്തെ വയസ്സിൽ അല്ലേ, അബ്രഹാമിൻ്റെ 85-ാമത്തെ വയസ്സിൽ, അബ്രഹാമിന് 100-ാം വയസ്സിലാണ് കുഞ്ഞ് കിട്ടുന്നത്. 85-ാം വയസ്സിൽ നടന്ന ഒരു മിസ്റ്റേക്കാണ്. അത് മിസ്റ്റേക്ക് അല്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ എൻ്റെ പൂർണ്ണ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇറ്റ്സ് എ മിസ്റ്റേക്ക്. കാരണം ഞാൻ ദൈവവചനം പഠിച്ചിട്ട്, കാരണം ഒത്തിരി പേര് തെറ്റിദ്ധരിക്കുന്ന മേഖലകളുണ്ട്. തെറ്റിദ്ധരിക്കുന്ന മേഖലകൾ എന്തുവാ? ഒരിക്കൽ ഞാൻ ഈ 2017 ഈ മെസ്സേജ് എടുത്തിട്ടപ്പം ഒരു അച്ഛൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം എൻ്റെ മെസ്സേജ് കേട്ടിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടേക്കുക. അന്നത്തെ വീഡിയോ മെസ്സേജിനകത്ത് കമൻറ്റ് ഇട്ടേക്കുക, പാസ്റ്റർ റോയി നിങ്ങളുടെ ടീച്ചിങ് നല്ലതാണ്, പക്ഷേ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം തെറ്റുണ്ട്. ഉൽപ്പത്തി 15 നടക്കുന്നത് യാഗമാണ്. യാഗങ്ങളുടെ സിസ്റ്റം അന്ന് കിട്ടിയിട്ടില്ല. മോശയിൽ കൂടെ പ്രമാണം കിട്ടിയത്, യാഗങ്ങളുടെ സിസ്റ്റം അന്ന് കിട്ടിയിട്ടില്ല. യാഗത്തിൻ്റെ പ്രമാണം പക്ഷികളുടെ കഴുത്ത് പിരിച്ച് പറിച്ചു കളയാനാ, പക്ഷികളെ പിളർക്കാൻ പറഞ്ഞിട്ടില്ല. യാഗങ്ങളുടെ പ്രമാണം അച്ഛൻ പറഞ്ഞത് കറക്റ്റാണ്. അച്ഛൻ എന്നോട് പൂർണ്ണ ബഹുമാനത്തിൽ എന്നോട് പറഞ്ഞു. ഞാനും അച്ഛനും അതുപോലെ തന്നെ അച്ഛനൊരു മറുപടി, കാരണം ക്രിട്ടിക്കല്ലാതെ ഒരു മറുപടി ഞാൻ കൊടുത്തു. അച്ഛൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കി. പക്ഷേ അച്ഛന് ലേവ്യ പുസ്തകം 1 തൊട്ട് 7 വരെയുള്ളത് പറഞ്ഞിരിക്കുന്ന യാഗങ്ങളുടെ പ്രമാണമാണ്. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 15 അന്ന് യാഗങ്ങളുടെ പ്രമാണം ഒന്നും കിട്ടിയിട്ടില്ലെന്ന് എനിക്കറിയാം. മോശയുടെ കവനൻ്റ് പിന്നീടാണ് വരുന്നത്, സീനായി പർവ്വതത്തിൽ കൂടെ വരുന്നത്. പക്ഷെ അവിടെ നടക്കുന്നത് യാഗമല്ല, കവനൻ്റാണ്. യാഗത്തിൻ്റെ പ്രമാണം എന്തുവാ? മൃഗത്തെ, പക്ഷിയെ കഴുത്ത് പിരിച്ച് പറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ രക്തം യാഗപീഠത്തിൻ്റെ പാർശ്വത്തിൽ പിടിഞ്ഞു കളയണം. ഇനി എപ്പോഴെങ്കിലും ഞാൻ യാഗങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പം 5 വിധ യാഗങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ അവസരം ഉണ്ടെങ്കിൽ ഇതെല്ലാം പറഞ്ഞുതരാം. പക്ഷിയെ കൊണ്ടുവരണം, അതിൻ്റെ കഴുത്ത് പിരിച്ച് പറിച്ച് കളയണം, അതിൻ്റെ രക്തം പാർശ്വങ്ങളിൽ പിടിഞ്ഞു കളയണം, എന്നിട്ട് അതിനെ 2 ആക്കാതെ പിളർക്കണം. 2 ആക്കാതെ പിളർക്കണം. അങ്ങനെയാണ് ബൈബിളിൽ യാഗങ്ങളുടെ പ്രമാണം പറയുന്നത്. പക്ഷേ കവനൻറ്റിൻ്റെ പ്രമാണം വേറെയാണ്. ഉദാഹരണം, 5 വിധ യാഗമുണ്ട്. യാഗങ്ങൾ 5 വന്നു: ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. 5 വിധ യാഗങ്ങൾ ഞാൻ പഠിപ്പിക്കുന്ന 5 യാഗങ്ങളുണ്ട്. അതിൽ 1-ാമത്തെ യാഗം ഹോമയാഗം. എന്തോ ഹോമയാഗം? ഹോമയാഗത്തിന് ഒരു മൃഗത്തെ കൊണ്ടുവന്നാൽ ആ മൃഗത്തിൻ്റെ മീതെ തൻ്റെ പാപങ്ങളോ എല്ലാം ഏറ്റുപറഞ്ഞിട്ട് അതിനെ സമാഗമന കൂടാരത്തിൻ്റെ വടക്ക് വശത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ കൊണ്ടുവന്നവൻ അതിൻ്റെ കഴുത്തറക്കണം. കഴുത്തറക്കുമ്പോൾ പുരോഹിതൻ പോയി രക്തം പിടിക്കണം. രക്തം പിടിച്ചിട്ട് അത് യാഗപീഠത്തിൻ്റെ പാർശ്വങ്ങളിൽ ഒഴിച്ചു കളയണം. ആ സ്കിന്ന് കൊണ്ടുവന്നവൻ തന്നെ അതിൻ്റെ സ്കിന്ന് ഉരിക്കണം. അതിൻ്റെ എടുത്ത് കളഞ്ഞിട്ട് ഇൻഡസ്ട്രീനും എല്ലാം എടുത്ത് കളഞ്ഞ് ചിലതിനെ കഴുകി വൃത്തിയാക്കി ഈ സ്കിന്നെടുത്ത് കളയുമ്പം അതിൻ്റെ ശരീരം മൊത്തം ചുമപ്പാണ്, നിങ്ങൾക്കറിയാമല്ലോ. അതിനെ വെട്ടി നുറുക്കണം.
വെട്ടി നുറുക്കി അതിനെ പുരോഹിതനെടുത്തുകൊണ്ട് ഹോമയാഗപീഠത്തിൻ്റെ വിറകുകളുടെ മീതെ അടുക്കി വെച്ച് അതിനെ ദഹിപ്പിച്ച് കളയണം. അപ്പോൾ സ്കിന്നുരിക്കണം, ഇൻഡസ്റ്റൈൻ എടുത്ത് കളയണം, കൈകളും കാലുകളും കഴുകണം, ഇൻഡസ്റ്റൈനുകൾ കഴുകണം, എന്നിട്ട് ചിലത് എല്ലാ ഇൻഡസ്ട്രീനുകൾ കഴുകണം, വെട്ടി നുറുക്കണം, രക്തം പിടിക്കണം. ഇതൊക്കെ യാഗം. നിങ്ങൾ കിട്ടുന്നുണ്ടോ? ഇതാ യാഗം. ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന, മോശയിൽ കൂടെ സീനായി പർവ്വതത്തിൽ പറഞ്ഞിരിക്കുന്ന യാഗങ്ങൾ ഇതാ. പക്ഷെ കവനൻ്റ് ഇങ്ങനല്ല. കവനൻ്റ് എങ്ങനെയാണെന്ന് പറയാം. കവനൻ്റിൻ്റെ പ്രമാണം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. കൊണ്ടുവരിക, അതിനെ ഒത്ത നടുവെ പിളർക്കുക, എന്നിട്ട് ഭാഗങ്ങളെ നേർക്ക് നേരെ വെക്കുക. സ്കിന്നുരിക്കാൻ പറഞ്ഞിട്ടില്ല, ഇൻഡസ്റ്റൈൻ എടുത്ത് കഴുകാൻ പറഞ്ഞിട്ടില്ല, രക്തം ഒഴുകണമെന്ന്. ഇതിനെ നടുവേ മുറിക്കുക, ഒത്ത നടുവേ പിളർക്കുക, എന്നിട്ട് അതിനെ ഒരു ഭാഗം ഒരിടത്തോട്ട് വെക്കുക, അടുത്ത ഭാഗം എടുത്ത് അടുത്തോട്ട് വെക്കുക. ഇതിന് രണ്ടിൻ്റെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? യാഗം കവനൻറ്റിൻ്റെ പ്രമാണം ജെരമിയാവിലും ഒക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് ജെരമിയാവിൽ ഇത് കവനൻറ്റിൻ്റെ പ്രമാണം 34-ാം അധ്യായത്തിൽ ഭാഗങ്ങളെ ഇതിനെയെല്ലാം പിളർക്കണം. കാരണം യാഗങ്ങളുടെ പ്രമാണം എന്തുവാ? യാഗങ്ങളുടെ പ്രമാണം എന്തുവാ? ആൻറ്റി, കഴുത്തറക്കണം, സ്കിന്നെടുത്ത് കളയണം, രക്തം പിടിക്കണം, ഇൻഡസ്ട്രീൻ എടുക്കണം, കഴുകണം, കൈകളും കാലുകളും കഴുകണം, വെട്ടി നുറുക്കണം. ഇവിടെ വെട്ടി നുറുക്കണ്ട, ഇവിടെ ഒത്ത നടുവെ പിളർക്കുക. ഇതിനർത്ഥം ഉടമ്പടി ചെയ്യാൻ വരുന്ന അപരനോ ആരെങ്കിലും തെറ്റ് ചെയ്താൽ, ഇതിൽ നിന്ന് മാറിയാൽ അപരൻ ഇതുപോലെ നിന്നെ പിളർക്കാം. ഉടമ്പടിയിൽ നിന്ന് ഒരിക്കലും മാറാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടുന്നുണ്ടോ? ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയ സമയം പോകും. ഒത്ത നടുവെ പിളർന്നു വെക്കണം. ഇതിൻ്റെ രക്തം അവിടെ വീണ്, രക്തത്തിൻ്റെ നടുക്കൂടെ ചവിട്ടിക്കൊണ്ട് നടന്നുകൊണ്ട് അവരുടെ ഓത്ത് പറഞ്ഞുകൊണ്ടാണ് കവനൻ്റ് ചെയ്യുന്നത്. അപ്പം 3 വയസ്സുള്ള പശുക്കിടാവിൻ്റെ രക്തം വേണം, 3 വയസ്സുള്ള കോലാടിൻ്റെ രക്തം വീഴണം, 3 വയസ്സുള്ള ആട്ടുകൊട്ടൻ്റെ രക്തം വീഴണം, കുറുമ്പ്രാവിൻ്റെയും പ്രാവിൻ്റെയും രക്തം വീഴണം. എല്ലാത്തിനും ഒത്ത നടുവേ പിളർന്ന് മാറ്റി വെക്കണം. ഇങ്ങനെ അടുക്കിനെ കൊണ്ട് വെക്കണം. എല്ലാത്തിൻ്റെ രക്തം വീഴണം. അതെല്ലാം യേശുവിൻ്റെ 5 മൃഗങ്ങളാണ്, 5 വിധ ശുശ്രൂഷകളെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രക്തം വീഴണം. അവിടെ അതിൻ്റെ കഴുത്ത് പിരിച്ച് പറിച്ച് കളയാനോ പിളർക്കണ്ടാന്നോ അതൊക്കെ യാഗങ്ങളാണ്. കവനൻ്റ് വേറെ. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായോ? പക്ഷേ അബ്രഹാം പക്ഷികളെ പിളർന്നില്ല. പക്ഷികളെ പിളർക്കാത്തത് കൊണ്ട് അബ്രഹാമിൻ്റെ കവനൻ്റിനകത്ത് പൂർണ്ണത വന്നില്ല. സമാധാനത്തെ ചിത്രീകരിക്കുന്നതായിരുന്നു പ്രാവ്, നിഷ്കളങ്കതയെ ചിത്രീകരിക്കുന്നതായിരുന്നു പ്രാവ്, ഇണയ്ക്ക് വേണ്ടി കരയുന്ന അതായിരുന്നു കുറുംപ്രാവ് കേട്ടോ. ഇണയ്ക്ക് വേണ്ടി കരയുന്ന അതായിരുന്നു കുറുംപ്രാവ് കാണിക്കുന്നത്. പ്രാവ് സമാധാനത്തെ കാണിക്കുന്നു, നിഷ്കളങ്കതയെ കാണിക്കുന്നു. കുറുംപ്രാവ് തൻ്റെ ഇണയ്ക്ക് വേണ്ടി കരയുക, അത് സഭയും മണവാളനും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. സഭയും മണവാളനും മണവാട്ടിയും തമ്മിലുള്ള എന്ന് വെച്ചാൽ നമ്മുടെ മണവാളനായ കർത്താവും മണവാട്ടിയുമായ സഭയുമായിട്ടുള്ള ബന്ധം കാണിക്കുന്നു കേട്ടോ. ഇതെല്ലാം അർത്ഥമുണ്ട്. കാള ദാസത്വത്തെ കാണിക്കുന്നു, പശു ശുദ്ധീകരണത്തെ കാണിക്കുന്നു, പ്രൊഡക്ടിവിറ്റിയെ കാണിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഓരോന്നിനും കോലാട് ഇന്നതിനെ കാണിക്കുന്നു. ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. യേശുവിൻ്റെ 5 വിധ നേച്ചറിനെ ചിത്രീകരിച്ചിരുന്നതാണ് ഈ മൃഗങ്ങൾ. അപ്പം യാഗത്തിലല്ല, കവനൻ്റിൽ മിസ്റ്റേക്ക് വരുത്തി, പൂർണ്ണതയെ വന്നില്ല. അതുകൊണ്ട് എന്തു പറ്റുന്നറിയോ? കവനൻ്റിൽ ദൈവം ഇറങ്ങി വന്നു, പക്ഷെ അബ്രഹാമിന് ഗാഢനിദ്ര വരുത്തി. ഒത്തിരി ചോദ്യങ്ങളും ആശയങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലയോ, ഇതിനകത്ത് ദൈവം പറയുന്ന വാക്കുകൾ തന്നെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു 4-5 മണിക്കൂർ പഠിപ്പിക്കാം. പക്ഷെ നിങ്ങൾക്കുള്ള കേൾക്കുന്നവർക്കുള്ള കാര്യങ്ങൾ മാത്രം പറയാം കേട്ടോ. ദൈവം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വന്ന് പറഞ്ഞു, അബ്രഹാം ഗാഢനിദ്രയെ കിടക്കുക. ഇറങ്ങിയിട്ട് വന്ന് പിതാവാം ദൈവവും പുത്രനാം തമ്പുരാനും കൂടെ ഇതിനകത്തൂടെ നടന്ന് കവനൻ്റ് ചെയ്തു. അബ്രഹാം ആയിരുന്നു നടക്കേണ്ടിയത്, പക്ഷെ അബ്രഹാമിനെ ഗാഢനിദ്ര വരുത്തി അവരോട് മാറ്റിയിട്ടു. കാരണം അബ്രഹാം ഇത് തെറ്റിച്ചു, ഇനി അടുത്തതും തെറ്റിക്കുമെന്നറിയാം. അതുകൊണ്ട് പുത്രനായ യേശു കർത്താവ് അബ്രഹാമിൻ്റെ സ്ഥാനത്ത് ഇറങ്ങി നിന്നു. എന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, നീ ചെയ്ത തെറ്റ് ഞാൻ ഏറ്റെടുത്തോളാം, അനുഗ്രഹം നിനക്ക് കിട്ടിക്കും. അതാണ് പുകയുന്ന കത്തുന്ന തീപ്പന്തവും പുകയുന്ന കൊള്ളിയും. നിങ്ങൾ ഭാഗങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നത് അബ്രഹാം കണ്ടു. അങ്ങോട്ട് സന്ധ്യയായ ഉടനെ ദൈവം അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം 15 അതിൻ്റെ 13-ാമത്തെ വാക്യം, നിൻ്റെ സന്തതികൾ, നിങ്ങൾ ആ വാക്യം എടുത്തേ,
ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. നിന്റെ സന്തതികൾ നീ അറിയാത്ത ദേശത്ത് 400 സംവത്സരക്കാലം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. അബ്രഹാമിന് അന്ന് 85 വയസ്സേ ഉള്ളൂ. ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം തൊട്ട് വായിച്ചാട്ടെ. വായിക്കാമോ? ആ ആ ദേശക്കാരെ സേവിക്കും അല്ലേ? ദേശത്തെ സേവിക്കും. അവരവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. അവരുടെ സമാധാനം പോയി കിട്ടും. പീഡിപ്പിക്കും. കാരണം സമാധാനത്തിൻ്റെ പ്രതീകമായ പ്രാവിൻ്റെ രക്തം വീണില്ല. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ വളരെ ബഹുസമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. ആ ആ ആ അമോര്യരുടെ അതിക്രമം ഇതുവരെ അക്രമം എന്ന് എഴുതിയേക്കുന്നത്. പക്ഷെ ആ വേർഡ് യഥാർത്ഥത്തിൽ അകൃത്യമാണ്. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന ഇനിക്വിറ്റി എന്ന അകൃത്യം എന്ന വേർഡ് കേട്ടോ. അമോര്യരുടെ അകൃത്യം എന്തോ അത് ഞാൻ പഠിപ്പിച്ചു. ഇതുവരെ തികഞ്ഞിട്ടില്ല. മതി കണ്ടോ. ഇവിടെ ചിലർ പറയുന്നു അബ്രഹാമിന് ഇത്രയും ശിക്ഷ കിട്ടാനുള്ളതിൻ്റെ കാരണം, അബ്രഹാമിൻ്റെ സന്തതി അവിടെ പോകാനുള്ളതിൻ്റെ കാരണം അമോര്യരുടെ അകൃത്യം ഇതുവരെ തികയാത്തതുകൊണ്ട് ദൈവം അങ്ങോട്ട് വിട്ടാണ്. അല്ല, അതുകൊണ്ടല്ല. പല ആശയങ്ങളുണ്ട്. അമോര്യരുടെ അതിക്രമം തികയാത്തതിന് അബ്രഹാമിൻ്റെ സന്തതി അടിമയാക്കണമെന്നില്ല. കേൾക്കുന്നുണ്ടോ? ഇപ്പം ഞാൻ പറഞ്ഞു പല ആംഗിളുകളിൽ പഠിക്കുമ്പം നമുക്ക്, പക്ഷേ അബ്രഹാം ചെയ്ത തെറ്റ് ചെയ്യുന്നവനാണ് ശിക്ഷ. അബ്രഹാമിൻ്റെ സന്തതി, അബ്രഹാം തെറ്റ് ചെയ്തു. എത്രാം വയസ്സിൽ തെറ്റ് ചെയ്തു? 85-ാമത്തെ വയസ്സിൽ. അബ്രഹാം എന്നാ ഈ മിസ്റ്റേക്ക് ചെയ്തേ? 85. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് പറ, അബ്രഹാമിന് അന്ന് കുഞ്ഞുങ്ങളുണ്ടോ? ഇല്ല. എത്രാം വയസ്സിൽ അബ്രഹാമിന് കുഞ്ഞുങ്ങളെ കിട്ടുന്നേ? 100-ാം വയസ്സിൽ. നിങ്ങളൊന്ന് ചിന്തിച്ച്. ഒരിക്കൽ കൂടെ ഞാൻ ചോദിക്കുന്നു, അബ്രഹാമിന് 85-ാം വയസ്സിൽ കുഞ്ഞുങ്ങളുണ്ടോ? ഇല്ല. എത്രാം വയസ്സിലാണ് കുഞ്ഞുങ്ങളെ കിട്ടുന്നേ? 100-ാം വയസ്സിൽ. പക്ഷേ 85-ാം വയസ്സിൽ അബ്രഹാമിൻ്റെ തലമുറകൾ വഹിക്കേണ്ട ശിക്ഷ അബ്രഹാമിന് കിട്ടി. അബ്രഹാമിൻ്റെ തലമുറ വഹിക്കേണ്ട ശിക്ഷ 85-ാം വയസ്സിൽ അബ്രഹാമിന് കിട്ടി. എങ്ങനെ? ബ്ലഡിൽ കൂടെ, ബ്ലഡിനകത്ത് പറ്റിയ മിസ്റ്റേക്ക്, രക്തത്തിൻ്റെ അകത്ത് പറ്റിയ മിസ്റ്റേക്ക്, അബ്രഹാം രക്തത്തിനകത്ത് ചെയ്ത മിസ്റ്റേക്കാണ് കേട്ടോ. ആ മിസ്റ്റേക്ക് അബ്രഹാമിൻ്റെ സന്തതികളിലേക്ക് രക്തത്തിൽ കൂടെ ട്രാൻസ്ഫറായി. ഇതുപോലെയാ ജനറേഷണൽ പ്രോബ്ലങ്ങളും ട്രാൻസ്ഫർ ആകുന്നത് 2 രീതിയിലാണ്. ഒന്നുകിൽ രക്തത്തിൽ കൂടെ. അപ്പനും അമ്മയും ചെയ്ത മിസ്റ്റേക്ക് എന്തുവാന്ന് അറിയത്തില്ല, പക്ഷെ മക്കൾ അനുഭവിക്കുക. ഇസ്രായേൽ മക്കൾ അനുഭവിക്കാനുള്ളതിൻ്റെ കാരണം എന്താ? ഇസ്രായേൽ മക്കൾ ഈ കഷ്ടപ്പെടാനുള്ളതിൻ്റെ കാരണം എന്താ? അബ്രഹാം ചെയ്ത മിസ്റ്റേക്കാണ്. നിങ്ങൾ ചിന്തിച്ച് എൻ്റെ കൂടെ വരുന്നുണ്ടോ? അബ്രഹാം ചെയ്ത മിസ്റ്റേക്കാണ്. എത്ര തലമുറ കഴിഞ്ഞു? 4 തലമുറ കഴിഞ്ഞപ്പോൾ ഒന്നുകിൽ ട്രാൻസ്ഫർ ആകുന്ന ബ്ലഡിൽ കൂടെ ട്രാൻസ്ഫർ ആകും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആകുന്നത് സ്പിരിച്വലി ട്രാൻസ്ഫർ ആകും. ചില മക്കൾ, അവരുടെ വീട്ടിലുള്ള മക്കൾ അറിയത്തില്ല എന്തുകൊണ്ടാണ് കഷ്ടപ്പെടുന്നത്. ഒരു നന്മയില്ല, കഴിവുണ്ട്, അനുഗ്രഹമുണ്ട് സിസ്റ്ററെ, ഉയർച്ച, അവർക്കെല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്, പക്ഷെ ഉയരാൻ പറ്റുന്നില്ല. 7 രീതികളിൽ കെട്ടപ്പെട്ടു പോയി. 7 രീതികൾ. ഏതൊക്കെ 7 രീതികൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു? ഏതാ 7 രീതികൾ? സ്പിരിച്വൽ, ഫിസിക്കൽ, സൈക്കോളജിക്കൽ, ഇമോഷണൽ, സോഷ്യൽ, റിസോഴ്സ് ആൻഡ് ഫിനാൻസ്. 7 രീതികളിൽ കെട്ടപ്പെട്ടു പോയി. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയ സമയം പോവും. ഒന്നാമത്തെ അപ്പൻ ചെയ്തു, രാപ്പകൽ എല്ലുമുറുക പണി ചെയ്തു. നല്ലൊരു വീടില്ല, നല്ലൊരു വസ്ത്രം ഇടാൻ പറ്റത്തില്ല, നല്ലൊരു ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, സോഷ്യൽ ലൈഫില്ല, ഇമോഷണലി എന്താ പറഞ്ഞാലും വികാരപരം കരച്ചിലും കണ്ണുനീരും, നല്ലൊരു കാര്യമില്ല, ഒരു ലീഡർഷിപ്പിനകത്തോട് വരാനില്ല, എവറിത്തിങ് തകർന്ന ഈ അപ്പൻ അങ്ങനായിരുന്നു, കട്ടപ്പണിയായിരുന്നു. രണ്ടാമത്തെ മകനോ, 2-ാം തലമുറ വന്നപ്പോൾ എന്തുവാ ചെയ്തേ?
സെയിം പണിയായിരുന്നോ? അടിമയായിരുന്നോ ഐഡൻറ്റിറ്റി? വീടുണ്ടായിരുന്നോ? വീട് ഉള്ളത് കാണുമായിരിക്കാം, എല്ലാം ഒന്നും ചെയ്യാം, പുതുക്കാൻ പറ്റത്തില്ല. ഒന്നും ആ പഴയതിനകത്ത് കിടന്ന് ജീവിച്ചോണം. ഒറ്റ ഒരു 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 ഗ്ലാസ് ക്യൂബിനകത്ത് പോലെ അതിനകത്ത്. മൂന്നാമത്തെ തലമുറ വന്നു, എന്തോ ചെയ്തേ? കട്ടപ്പണി, സെയിം. നാലാം തലമുറ വന്നു, എന്തോ ചെയ്തേ? സെയിം. ഈ 4 തലമുറയും ഈ കിടന്ന് അനുഭവിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ജനറേഷണൽ പ്രോബ്ലംസ്. ഇതിന് വിളിക്കുന്ന ഓമനപ്പേരിട്ട് വിളിക്കും ചിലർ, പ്രവാസം. പക്ഷെ ബൈബിൾ പഠിച്ചാൽ കാണാം, പ്രവാസം എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് കിട്ടുന്ന പീഡനം എന്നാണ് ബൈബിൾ പറഞ്ഞേക്കുന്നത്. പീഡിപ്പിക്കും നിന്നെ അവർ തകരുകായിരുന്നു. എത്ര രീതികൾ അവരെ തകർത്തത്? 7 രീതികളിൽ തകർത്തു. പക്ഷെ കെട്ടുപൊട്ടുമ്പോൾ ഈ 7 രീതികളിലും വിടുതലാകണം. കെട്ടുപൊട്ടുമോ? വചനം നിങ്ങളുടെ അകത്ത് കയറാമെങ്കിൽ കെട്ടുപൊട്ടും. നിങ്ങൾക്കതിനൊരു ആഗ്രഹം വേണം. അതിനൊരു സമർപ്പണം വേണം, ആഗ്രഹം വേണം. പിന്നെ ഇൻസ്റ്റൻ്റായിട്ടും ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്ന പരിപാടി ദൈവസഭയിലില്ല, അല്ലെ ബൈബിളിലില്ല. ഒരാൾ സിസ്റ്റർ പ്രാർത്ഥിച്ചു, അടുത്തിരിക്കുന്ന സിസ്റ്ററിന് ഇതിൻ്റെ വിടുതൽ കിട്ടത്തില്ല. ഒരാൾ പ്രാർത്ഥിച്ചു, അടുത്ത ആൾ വിടുതൽ കിട്ടണമെന്നില്ല. വ്യക്തിപരമായി നിങ്ങൾക്ക് ഭയങ്കര ഒരു ഡെസ്പറേഷൻ വേണം. അതിയായ എനിക്ക് വിടുതൽ വേണം, ഡെസ്പറേഷൻ വേണം. കർത്താവേ, എനിക്കൊരു അതിയായ ആഗ്രഹം തരണേ, എന്നെ വിടുതൽ എനിക്ക് വേണം. അത് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിടുതലെടുക്കാം. നിങ്ങളുടെ ലൈഫ് ഉയർന്നിരിക്കും. എൻ്റെ പ്രിയ ദൈവമക്കളെ, സഹോദരങ്ങളെ, എനിക്ക് എങ്ങനെ പറയണമെന്ന്, കാരണം എൻ്റെ മനസ്സിൽ ഒത്തിരി ഉദാഹരണങ്ങൾ വരുന്നുണ്ട്. ഞാൻ പല ദൈവകൃപയാൽ ഒത്തിരി അനുഭവങ്ങൾ കണ്ടതാണ്. ചെറു പ്രായം തൊട്ട് അനുഭവങ്ങൾ കാണാൻ എനിക്ക് ദൈവകൃപ വന്നു. അത് ഭയങ്കര യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാൻ വലിയ കാര്യമാണ്. കാരണം എൻ്റെ 20ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ആൾക്കാരുടെ കൂടെ നിന്ന് കാണാൻ ദൈവം അനുവദിച്ചു, സഹായിച്ചു കേട്ടോ. തകർന്ന വീട്, ഉടഞ്ഞ വീട്, ഒരിക്കലും നന്നാകത്തില്ല എന്ന് വിധി എഴുതിയ വീട്, മന്ത്രവാദം എല്ലാ ആഴ്ചയിലും പുതിയത് ചെയ്തു വിടുന്ന വീട്, മന്ത്രവാദം ചെയ്ത് വിടുക ഓരോ ആഴ്ചയിലും ഇങ്ങനെയുള്ള വീട്. ഉയരാൻ പറ്റത്തില്ല. പക്ഷേ മക്കൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും, ഭയങ്കര വിദ്യാഭ്യാസം കിട്ടില്ല, ഒരു ബേസിക് വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള വീട്ടിലെ മക്കൾക്ക്. പക്ഷേ ഇന്ന് ആ മക്കളെല്ലാം, എത്ര മക്കളുണ്ടെന്ന് പോലും ഞാൻ പറയുന്നില്ല, ഇന്ന് ആ മക്കളെല്ലാം ബാംഗ്ലൂർ സിറ്റിയിൽ ബ്ലെസ്ഡായി, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ബ്ലെസ്ഡായി. അപ്പനും അമ്മയ്ക്കും ഈ മക്കൾ അനുഗ്രഹമായി. ഞാൻ അവരുടെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. ചോർന്നൊലിക്കുന്ന വീട്. നല്ല മഴ പെയ്താൽ അവരുടെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ഞാൻ എക്സാജുറേറ്റ് ഒന്നുമല്ല, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പഴയ ആൾക്കാർക്ക് ഇതറിയാം. മഴ പെയ്താൽ അവരുടെ വീട്ടിൽ നടന്നു പോകാൻ പറ്റത്തില്ല. വണ്ടിയെ പോകുന്ന കാര്യം വിട്ടേരും. ഞാൻ എത്രയോ പ്രാവശ്യം വീണിട്ടില്ല, തെന്നിപ്പോയിട്ടുണ്ട്. മഴ പെയ്തില്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ഇന്ന് അവർ ഹയർ ലെവലിൽ, ഹയർ ലെവലിൽ, എൻ്റെ ഓർമ്മയിൽ ശരിയാ, അവർ എനിക്കത് കിങ്സിനോട് പോലും പോയി ദൂത് പറയാൻ അവരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. കിങ്സിനോട് പോലും, അല്ലെങ്കിൽ ഹൈ പൊസിഷൻ. കിങ്സ് എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ഒരു ചിന്തയെന്ന് പറഞ്ഞു. പക്ഷേ ഹയർ പൊസിഷനുള്ളവരോട് പോലും, ഹയർ പൊസിഷൻ എവിടുന്ന് കൊണ്ടുപോയതാ? പിള്ളേർക്ക് ബേസിക് വ്യത്യാസമേ ഉള്ളൂ. വേർഡ് ഓഫ് ദ ലോർഡ് ആൻഡ് ഹോളി സ്പിരിറ്റ്. അവരുടെ കൂടെ പഠിച്ചവനല്ല ഇന്നും കറങ്ങി അടിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ആ മക്കളെയെല്ലാം ദൈവം രാജ്യങ്ങളിൽ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് മാറുക. കാരണം എനിക്ക് ക്ലിയറായിട്ട് എനിക്കറിയാം. ഞാൻ അവരുടെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. ആ വീട് ചോർന്നൊലിക്കുന്ന വീടാണെന്നും അവരുടെ വീട് എങ്ങനെയാണെന്നും എനിക്കറിയാം. പഴയ വീട്, ഇന്നത്തെ വീടെല്ലാം അവർക്ക് ബാംഗ്ലൂർ സിറ്റി ദൈവം വസ്തുക്കൾ കൊടുത്തു, വീടുകൾ കൊടുത്തു, വീട് കൊടുത്തു.
വചനം നിങ്ങളുടെ ഉള്ളിൽ കയറാമെങ്കിൽ നമ്മുടെ ഗതി മാറും. ഞാനിത് ഒരാളുടെ കാര്യമാണ് പറഞ്ഞത്, ഒരാളുടെ കാര്യം. പല ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പല ആൾക്കാരുടെ കാര്യം. തകർന്ന വീട്ടിലെ അപ്പൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര മാരക രോഗമുള്ള മാനസിക രോഗം, ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും, വേറൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള കുടുംബം തല ഉയർത്തി നടക്കാൻ പറ്റാത്തത്, പക്ഷെ ദൈവം തല ഉയർത്തി, അപ്പൻ സൗഖ്യമായി, അപ്പൻ അനുഗ്രഹിക്കപ്പെട്ടവനായി. ആ വീട്ടിലെ മക്കൾ വിട്ടില്ല, കർത്താവിനെ കയറി പിടിച്ചു. ഇനിയും വേണോ ഉദാഹരണം? എറിഞ്ഞ് കൊല്ലപ്പെടണമെന്നുള്ള ആ കുടുംബം മൊത്തം കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള പാപം പഴയ നിയമത്തിലായിരുന്നെങ്കിൽ, യഹൂദന്മാരുടെ സിസ്റ്റത്തിലായിരുന്നെങ്കിൽ കുടുംബം മൊത്തം കല്ലെറിഞ്ഞ് കൊല്ലണം. കുടുംബം മൊത്തം, മക്കളെപ്പോലും വെച്ചേക്കൽ, കൊച്ചുമക്കളെ പോലും വെച്ചേക്കൽ കല്ലെറിഞ്ഞ് കൊല്ലണം. അങ്ങനത്തെ പാപം ആ വീട്ടിലെ കുടുംബം. ഇതുണ്ട്, ഒരാൾ വിട്ടുകൊടുത്തില്ല. ഇനിയും വേണം ഉദാഹരണം. കേഴ്സ് നീ ബ്രേക്ക് ആക്കാത്തടത്തോളം കാലം, ഏത് രീതികളിൽ 7 രീതികളിൽ കട്ടപ്പെട്ടു. ജനറേഷൻ പ്രോബ്ലങ്ങൾ ട്രാൻസ്ഫർ ആകുന്ന എങ്ങനെ? ബ്ലഡിൽ കൂടെ, അല്ലെങ്കിൽ സ്പിരിച്വലി. നോക്കിക്കേ, ഇതെവിടുന്ന് കിട്ടിയ പ്രശ്നമാണ്? മരണത്തിൻ്റെ അധികാരിയാണ് കേട്ടോ. പോട്ടെ, ഇത് നിങ്ങളെ ബാധിക്കുന്നതല്ല കേട്ടോ. ഓൺലൈനിൽ കൂടെ കേൾക്കുന്നവർക്ക് എൻ്റെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം, എൻ്റെ ദൈവം തല ഉയർത്തുന്ന ദൈവം. അവൻ ദരിദ്രനായത് നീ സമ്പന്നനാകേണ്ടതിനാണ്, നീ അനുഗ്രഹിക്കപ്പെടേണ്ടതിനാണ്. അവൻ തകർച്ചയായത് നീ ഉയരപ്പെടേണ്ടതിനാണ്. അവൻ മരണത്തിനായത് നീ ജീവിക്കേണ്ടതിനാണ് കേട്ടോ, ജീവിക്കേണ്ടതിനാണ്. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, നിൻ്റെ ജഡത്തെയും ലോകത്തെയും സാത്താനെ നീ വെറുക്കണം. ക്രിസ്തുവിനെ നോക്കി നിങ്ങൾ ജീവിക്കണം, നിത്യത നോക്കി ജീവിക്കണം കേട്ടോ. മടങ്ങി വരാം. നോക്കിയേ, ഇവിടെ കൊണ്ട് തീരുന്നില്ല. നമുക്ക് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിരുന്ന അടുത്ത ആഴ്ച വീണ്ടും തുടങ്ങാം. അവിടെ ടൈം ഓടിപ്പോകും, അല്ലെങ്കിൽ ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കിട്ടിയ പ്രശ്നം, കൊച്ചു മക്കളുടെ ലൈഫിനെ കെട്ടപ്പെട്ടു. പക്ഷേ വിടുതലിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. എങ്ങനെ ഇവർ വിടുതലെടുത്തു? അടുത്ത ആഴ്ച നമുക്ക് ചില ആംഗിളുകൾ ഇവിടെ ചിന്തിച്ചും പോകാം. എങ്ങനെ ഇവർ വിടുതലെടുത്തു? ഇവരുടെ വിടുതലിൻ്റെ സമയമായപ്പോൾ, നിങ്ങളത് ചിന്തിക്കണം. വിടുതലിൻ്റെ സമയമായപ്പോൾ ദൈവം, മിസ്രയീം എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം കേഴ്സ് എന്നാണ്. മിസ്രയീം എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം കേഴ്സ്. ഓൾ ഏരിയാസ്, എല്ലാ ഏരിയയിലും കേട്ടോ. ഡെലിവറൻസ് നടക്കണമെങ്കിൽ, നിങ്ങളിത് എഴുതി വെച്ചു, ഡെലിവറൻസ് നടക്കണമെങ്കിൽ അനോയിൻറ്റിങ്ങിനകത്ത് കണക്റ്റാണ്. അഭിഷേകമാണ് നുകത്തെ ഉടയ്ക്കുന്നത്. കേൾക്കുന്നുണ്ടോ? അഭിഷേകമാണ് നുകത്തെ ഉടയ്ക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അനോയിൻറ്റിങ്ങിന് ഭയങ്കര സ്ഥാനം കൊടുക്കണം. വചനത്തിന് സ്ഥാനം കൊടുക്കണം, അനോയിൻറ്റിങ്ങിന് സ്ഥാനം കൊടുക്കണം. കേൾക്കുന്നുണ്ടോ ദൈവമക്കളെ? നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ ഹോരേബ് പർവ്വതത്തിൽ നിന്ന്, കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ തീയുടെ നടുവിൽ നിന്ന് ദൈവം ഒരു മനുഷ്യനെ അയച്ചു. വിക്കനാ, ബലഹീനനാ, ആ ദേഹത്തെ ദൈവം അയച്ചു. വിടുതലിൻ്റെ സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് റൈറ്റ് റിലേഷൻഷിപ്പിനെ ദൈവം കണക്ട് ചെയ്യും. റൈറ്റ് റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്യും. റിലേഷൻഷിപ്പിനെ നീ കട്ട് ചെയ്താൽ നിൻ്റെ വിടുതൽ താമസിച്ചുകൊണ്ടിരിക്കും. ബൈബിളൊരു വാക്യമാണ്, റിലേഷൻഷിപ്പിന് ഞാൻ നിൻ്റെ കൂടെ ഒരു ദൂതനെ അയക്കുന്നു. അവനോട് നീ മത്സരിക്കല്ലേ, വിഘടിക്കല്ലേ, അവൻ നിൻ്റെ പാപം ക്ഷമിക്കത്തില്ല. യു ഹാവ് ടു, നിൻ്റെ വികാരങ്ങൾ അനുസരിച്ചും ഇതനുസരിച്ച് നീ പോകല്ലേ. ദൈവം ഒരാളെ അയച്ചു നിൻ്റെ ജീവിതത്തിലേക്ക്, ഒരാളെ അയച്ചു. അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയിൽ കൂടെ ആ വിടുതൽ. എഴുതി വെച്ചോ അത്. അനോയിൻറ്റിങ് വിൽ ബ്രേക്ക് ഓൾ ദ യോക്ക്. അഭിഷേകം നുകങ്ങളെ ഉടച്ചു കളയും. മോശ വന്നു,
മോശ വന്നിട്ട് ദൈവത്തിൻ്റെ സമയത്തും നിയോഗത്തിലാണ് വരുന്നത്. മിസ്രൈമ്യ ദേവന്മാരെ ന്യായം വിധിച്ചു. 9 ബാധകൾ മാറി മാറി അവൻ്റെ ഇസ്രായേൽ മക്കളുടെ നേരെ വന്ന സകല ബാധകൾ മിസ്രൈമ്യ ദേവന്മാരെ എല്ലാം ന്യായം വിധിച്ചു. ന്യായം വിധിച്ചിട്ട് ദൈവം പറഞ്ഞു, ഇനി 10ാമത്തെ ഒരു ബാധയും കൂടെ ഉണ്ട്. അത് നിനക്ക് ബാധയായി തീരാതിരിക്കണമെങ്കിൽ നീയും ഞാനും കൊണ്ടൊരു കവനൻ്റ് വരണം കേട്ടോ. കവനൻ്റ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടി എടുക്കുന്ന ഒരു ഉപാധിയല്ല. ചില വ്യക്തികൾ ഇങ്ങനെ ഒരു കവനൻ്റ് അങ്ങ് എടുക്കുക, ചിലപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ നമുക്ക് വേറെ കാര്യം ചിന്തിക്കാം. കവനൻ്റ് നിനക്ക് വർക്കാകത്തുമില്ല, രക്ഷപ്പെടത്തുമില്ല. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയും. ദൈവം നമ്മുടെ ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ ഇൻറ്റൻഷൻ. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ഇൻറ്റൻഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് പ്രസംഗിക്കുന്നത്? ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവിനെ സേവിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ട് ഈസ് മൈ ഇൻറ്റൻഷൻ? എന്തുവാ എൻ്റെ ഇൻറ്റൻഷൻ? ജെന്യുവൻ ഇൻറ്റൻഷൻ ആണോ? ഞാൻ ഈ കർത്താവിനെ സേവിക്കുന്നത് നല്ല വെള്ള ഷർട്ടും കോട്ടും ഇട്ടുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണോ? 10 പേരെന്നെ അറിയാൻ വേണ്ടിയിട്ടാണോ? ഇങ്ങനെയുള്ളതെല്ലാം നിലനിൽക്കത്തില്ല. പക്ഷെ ദൈവം നിൻ്റെ പ്രവൃത്തി അറിയുന്നു, നിൻ്റെ ഉദ്ദേശവും അറിയുന്നു. നിൻ്റെ ഉദ്ദേശവും നിൻ്റെ പ്രവൃത്തിയും അറിയുന്നു. നിൻ്റെ ഉദ്ദേശവും നിൻ്റെ പ്രവൃത്തി. നമ്മുടെ ഇൻറ്റൻഷൻ കറക്റ്റ് ആകട്ടെ, റൈറ്റ് ഇൻറ്റൻഷൻ ആകട്ടെ. ആരും നിന്നെ മാനിച്ചില്ലെങ്കിലും ദൈവം നിന്നെ മാനിക്കും. നിങ്ങളിത് എഴുതി വെച്ചു. കാരണം ദൈവം നോക്കുന്ന നിഷ്കളങ്കതയാണ്. ദൈവം നോക്കുന്ന സ്മാർട്ട്നെസ് അല്ല. ദൈവം നോക്കുന്നത് നീ ഭയങ്കര പുള്ളിയാണ്, ഇതൊന്നുമല്ല ദൈവം നോക്കുന്നത്. നിഷ്കളങ്കതയോടെ നടന്ന് നീതി പ്രവർത്തിക്കുക. ദൈവം അത് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. നിഷ്കളങ്കത ഉള്ളവനെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. നീതി ചെയ്യുന്നവനെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. നീതിമാൻ വീഴത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. നീതിമാൻ വീണാലും അവനവിടെ നിന്ന് എഴുന്നേൽക്കും. നീതിമാൻ വീഴത്തില്ലെന്ന് ബൈബിളിൽ എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷെ നീതിമാൻ വീണാലും അവൻ നിലംപരിചാകയില്ല കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉൾഭൂവുകളിൽ ഒരു തീരുമാനം ഉയരട്ടെ. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നീതിയോടെ ഞാൻ കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. എന്ത് ചെയ്താലും നീതിയോടെ ചെയ്യത്തുള്ളൂ. ഞാൻ ഒരാളോട് ദേഷ്യപ്പെട്ടാലും നീതിയോടെ ചെയ്യത്തുള്ളൂ. ഒരാളുടെ സ്നേഹത്തിൽ സംസാരിച്ചാലും നീതിയോടെ ചെയ്യത്തുള്ളൂ. ഒരാൾക്ക് എന്തെങ്കിലും ചെയ്താലും ഹൃദയശുദ്ധിയോടെ ചെയ്ത. ചില ആൾക്കാർ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ പല ഉദ്ദേശങ്ങളാണ്. എന്തെങ്കിലും ചെയ്യുന്നതിന് പല ഉദ്ദേശം. ഇതെല്ലാം ദൈവം അറിയുന്നു. വിടുതലിൻ്റെ സമയമായപ്പോൾ ദൈവം പറഞ്ഞു, നീ എൻ്റെ കൂടെ കവനൻ്റ് ചെയ്യണം. കവനൻ്റ് എന്തുവാ? കവനൻ്റ് പെസഹയായിരുന്നു ഒരു കവനൻ്റ്. പെസഹ എന്തുമായിരുന്നു? കവനൻ്റ്. അത് ഫീസ്റ്റുമായിരുന്നു, കവനൻ്റുമായിരുന്നു. നിങ്ങൾ എഴുതി വെച്ചു. നമ്മൾ ജനറലി പഠിച്ചേക്കുന്നത് ഫീസ്റ്റ് എന്നാണ്. പക്ഷേ ആട്ടുകൊറ്റൻ്റെ രക്തത്തോടുകൂടെ ഇസ്രായേൽ മക്കൾ നൂറ്റാണ്ടുകളായി ഒരു ആത്മീയ ഉദ്ധാരണവും ഇല്ലാത്ത ജനം ആട്ടുകൊറ്റനോടുകൂടെ യേശുവിൻ്റെ രക്തത്തെ കാണിക്കുന്ന പെസഹ കുഞ്ഞാട് യേശുവാണ്. കവനൻ്റ് ചെയ്യുക, നിഴലായിട്ടൊരു കവനൻ്റ് ചെയ്യുക കേട്ടോ. നിഴലായിട്ട് ഒരു കവനൻ്റ് ചെയ്യുക. ഞാൻ ആ വേർഡ് ഇന്ന് പറഞ്ഞു നിർത്താം. കാരണം ഹോളി കമ്മ്യൂണിയൻ ഉള്ളതുകൊണ്ട് നമുക്ക് ആ യേശുവിൻ്റെ രക്തത്തെ ചിത്രീകരിക്കുന്ന പുതിയ നിയമത്തിലേക്ക് നമുക്ക് ആ ശുശ്രൂഷയിലേക്ക് പോകാം. കവനൻ്റ് ഇസ്രായേൽ മക്കൾ കവനൻ്റ് ചെയ്തു. ഈജിപ്റ്റ് മൊത്തം സംഹാരകൻ ഇറങ്ങി വരിക. ഞാൻ അടുത്ത ആഴ്ച പഠിപ്പിക്കാം. 2 കാര്യങ്ങൾ പഠിപ്പിക്കാം. എന്നെ ഒന്ന് ഓർപ്പിച്ചാൽ മതി. ലേവ്യ പുസ്തകം 23 സിസ്റ്റം പഠിപ്പിക്കാൻ പറഞ്ഞാൽ മതി. ഒന്ന് എഴുതി വെച്ചു. ലേവ്യ പുസ്തകം 23 സിസ്റ്റം പഠിപ്പിക്കാൻ പറഞ്ഞാൽ മതി. ലെവിറ്റിക്കസ് 23 ദർ ഈസ് എ സൂപ്പർ മിസ്റ്ററി. ഒന്ന് എഴുതി വെച്ചു. ദൈവം പറഞ്ഞു, ഇന്ന് ഞാൻ ഈജിപ്തിലേക്ക് ഇറങ്ങി വരാൻ പോവാം. രക്തം അടയാളമായി കാണാത്ത വീടുകളെല്ലാം, അതിനകത്ത് ഈജിപ്ഷ്യൻസിൻ്റെ വീടും ഇസ്രായേലൈറ്റ്സിൻ്റെ വീടൊന്നുമില്ല. രക്തം അടയാളമായി കാണാത്ത വീടുകളിലെല്ലാം സംഹാരകൻ കയറാൻ പോവാം. അതിനാ കവനൻ്റ് വ്യക്തിപരമാണ്. കവനൻ്റ് എന്തുവാ? കുടുംബപരവും വ്യക്തിപരവും കവനൻ്റ്.
നിങ്ങൾ ഓരോരുത്തൻ കുടുംബമായി ആടിനെ എടുക്കണം. ഓരോ കുടുംബത്തിന് ഓരോ ആട്, ഓരോ കുടുംബത്തിന് ഓരോ ആട് എടുത്തിട്ട് ആ ആട് എങ്ങനെയുള്ളതായിരിക്കണം? ആണാടായിരിക്കണം. എക്സോഡസ് 12 ആണാടായിരിക്കണം. ആദ്യജാതനായ ആടായിരിക്കണം കേട്ടോ. ഊനമില്ലാത്തതായിരിക്കണം. ശുദ്ധിയുള്ള മൃഗമാണ് ആട്. ഇങ്ങനെ എടുത്തിട്ട് 10-ാം തീയതി അതിനെ എടുക്കണം. 10-ാം തീയതി എടുക്കണം. എന്നിട്ട് 14-ാം തീയതി വരെ നിൻ്റെ വീട്ടിൽ കാണണം. അത് നിൻ്റെ വീടിനകത്ത് വീട്ടിൽ കാണണം. നിൻ്റെ കുഞ്ഞുങ്ങളും എല്ലാവരും അതിനോട് കൂടെ പോയി സഹകരിക്കണം. ആടിനോട് കൂടെ ഇതെല്ലാം യേശുവിൽ കാണാം. 10-ാം തീയതി തൊട്ട് 14-ാം തീയതി വരെ നിൻ്റെ വീട്ടിലത് കാണണം. 14-ാം തീയതി സന്ധ്യാസമയം എത്തുമ്പോൾ നീ അതിനെ അറുക്കണം. അതിൻ്റെ രക്തമെടുത്ത് നിൻ്റെ കട്ടളക്കാലിൻ്റെ മേൽ, കട്ടളക്കാലിൻ്റെ മേൽ, കുറുമ്പടി മേൽ 3 പുരട്ടണ്ടി. അതൊക്കെ ഞാൻ പിന്നീട് പഠിപ്പിക്കും. കട്ടളക്കാൽ 1, 2, കുറുമ്പടി മേളിൽ 3 സ്ഥലത്താണ് പുരട്ടണ്ടി. 1, 2, 3 പുരട്ടിയിട്ട് അതിൻ്റെ മാംസം എടുത്ത്, സ്കിന്നെടുത്ത് കളഞ്ഞ്, ഇൻഡസ്ട്രീൻ എടുത്ത് കളഞ്ഞ്, അതിനെ കഴുകി ശുദ്ധീകരിച്ച് അതിൻ്റെ എല്ലുകളൊന്നും ഒടിക്കാതെ തീയിൽ ചുട്ടതായിട്ട് കയ്പ് ചീരയോടും പുളിപ്പില്ലാത്ത അപ്പത്തോടും കൂടെ അരകെട്ടി ചെരുപ്പിട്ട് വടി പിടിച്ച് നീയും നിൻ്റെ കുടുംബവും അത് നീ കഴിക്കണം. പുഴുങ്ങല്, വെള്ളത്തിൽ പുഴുങ്ങല്, തീയിൽ ചുടണം. എന്നിട്ട് നീ കഴിക്കണം. നീ കഴിച്ചുകൊണ്ടിരിക്കുമ്പം സംഹാരകൻ ഇറങ്ങി വരും. നീ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പം രക്തമടയാളം ഉണ്ടോ നോക്കിയിട്ട് കണ്ടിട്ട് സംഹാരകൻ മാറിപ്പോവും. അതിനർത്ഥം ഞാൻ വേറെ പറയാം, ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ലേവ്യ പുസ്തകം 23 കിടപ്പാണ്. ഭയങ്കര ക്വസ്റ്റ്യൻ. മാറിപ്പോവും. അന്ന് രാത്രി നിൻ്റെ വീട്ടിൽ മറ്റൊരാൾ കാണും. അത് പഠിപ്പിക്കാം. എല്ലാ വീട്ടിലും മരണം നടന്നു. രക്തമടയാളമല്ലാത്ത എല്ലാ വീടുകളിലും മരണം. രക്തമടയാളമായിട്ടുള്ള വീടുകളിൽ ഉത്സവം. അന്ന് രാത്രി 430 സംവത്സരത്തെ അടിമത്തം കഴിഞ്ഞു. ദൈവത്തിൻ്റെ ഡിവൈൻ സിസ്റ്റം നിൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാതെ, അനുസരിക്കാതെ വിടുതലില്ല. ആ വീട് പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. 430 സംവത്സരത്തിന് പുറകിൽ അബ്രഹാമിൽ നിന്ന് 85-ാം വയസ്സിൽ ബ്ലഡിൽ കൂടെ വന്നതാണ് ഒരു സാധനം. ബ്ലഡിൽ കൂടെ വന്നതാണ്. എന്തോ വന്നേ? ഒരു 400 വന്നതാണ്. തലമുറകൾ പീഡിപ്പിക്കപ്പെടും. പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. 4 തലമുറ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് എവിടെ നിന്ന് കിട്ടിയതാ? അബ്രഹാമിൽ നിന്ന് കിട്ടിയ. എന്ത് നിമിത്തം കിട്ടിയതാ? ഒരു പക്ഷിയുടെ രക്തനിമിത്തം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒരു പക്ഷിയുടെ രക്തനിമിത്തം ഇത് വന്നേ. എങ്ങനെ വന്നു? അബ്രഹാമിൻ്റെ രക്തത്തിൽ കൂടെ വന്നു. അപ്പന്മാർ ചെയ്ത ആ മിസ്റ്റേക്ക് രക്തത്തിൽ കൂടെ വന്നു. രക്തത്തിൻ്റെ മിസ്റ്റേക്ക് രക്തത്തിൽ കൂടെ വന്നു, കൈമാറി വന്നു. പക്ഷേ ആ രക്തത്തിൽ കൂടെ വന്ന, പക്ഷിയുടെ രക്തത്തിൽ കൂടെ വന്ന മിസ്റ്റേക്കിന് മറ്റൊരു ആട്ടുകൊറ്റൻ്റെ രക്തം അതിനെ മാറ്റിക്കളഞ്ഞു. രക്തത്തിൽ ബ്രേക്ക് ചെയ്യാം കേട്ടോ. ബ്രേക്ക് ചെയ്യാം. നിങ്ങളുടെ വീടിനകത്ത് ചിലത് അപ്പന്മാർ കാണിച്ചു, രക്തം കൊടുത്തു, വീട്ടിൽ ഹോമം നടത്തി, വീടിനകത്ത് വിളിച്ചിരുത്തി ഹോമം നടത്തി, പേടിച്ചതിന്. വീടിനകത്ത് ദുരാത്മാവം കയറി. വെളുപ്പിനെ എഴുന്നേറ്റിട്ട് ചില യാഗം നടക്കുന്നിടത്ത് പോയി രക്തം കൊടുത്തു. തിരിച്ചു വരുമ്പം കുഞ്ഞപ്പന്മാരെല്ലാം കൊണ്ട് ഈ വീടിനകത്ത് കയറാൻ ലീഗൽ അധികാരം കൊടുത്തു. വല്യപ്പൻ മരിച്ചു. കൃഷിക്ക് വേണ്ടി, ലാഭത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി ഒക്കെ കൊണ്ടുപോയി കൊടുത്തതാണ്. വല്യപ്പൻ മരിച്ചു, അല്ലെങ്കിൽ ശത്രു സംഹാരത്തിന് വേണ്ടി ചെയ്തതാണ്. പ്രശസ്തി. വല്യപ്പൻ മരിച്ചു, മക്കളെ വിടത്തില്ല ഈ ശക്തി. ഈ വീട്ടിലേക്ക് കയറാൻ ലീഗൽ റൈറ്റ് ഒരാൾ കൊടുത്തു. അത് രോഗമായിട്ടും തകർച്ചയായിട്ടും മാനസിക പ്രശ്നമായിട്ടും സാമ്പത്തിക പ്രശ്നമായിട്ടും ആത്മീക പ്രശ്നമായിട്ടും മറഞ്ഞു കിടക്കുന്ന ഇങ്ങനിട്ട് എവിടെ പോയാലും സ്ഥലം മാറിയതുകൊണ്ട് വിടുതലാകത്തില്ല. നീ ഇന്ന് പകൽ തിരിച്ചറിഞ്ഞ് അതിനെ നീ പിടിതു കളയാമെങ്കിൽ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞു. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. എനിക്കറിയാവുന്ന ഒരു മകൾ
ഒരു മീറ്റിംഗ് ഞാൻ വന്നിരിക്കുമ്പോൾ, ഒന്നല്ല ഇങ്ങനത്തെ പല ഉദാഹരണങ്ങൾ. ഒരു മീറ്റിംഗ് വന്നിരിക്കുമ്പോൾ അന്നത്തെ മീറ്റിംഗ് കർത്താവിനോട് പറഞ്ഞ് ഇന്നത് സൂക്ഷിക്കാൻ പറഞ്ഞു. ഞാൻ അന്ന് പ്രസംഗിച്ചു. ആ കർത്താവ് പറഞ്ഞ കാര്യം പ്രസംഗിച്ചു. ഭയങ്കര ആത്മസാന്നിധ്യം ഇറങ്ങി. ഈ ആത്മസാന്നിധ്യം ഇറങ്ങുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ കയറിക്കോണം. കൂട്ടത്തിൽ കയറിക്കും. നാളെ നിങ്ങളുടെ ദൈവം പ്രവർത്തിക്കുമ്പോൾ നീ കയറിയെന്നോണം. നിനക്ക് ആഗ്രഹമുള്ളപ്പോൾ ദൈവം വരണമെന്നില്ല. ദൈവം മൂവ് ചെയ്യുമ്പോൾ നീ മൂവ് ചെയ്തോ. അന്ന് എന്തോ സംഭവിച്ചു എനിക്കറിയില്ല. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് പോയി. ഒരു 4-5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ, സിനിയാൻഡിക്കൊക്കെ അറിയാം, ചെന്നപ്പം ഒരു മകൾ ഇരുന്നിട്ട് സാക്ഷി പറയാം, പക്ഷേ എൻ്റെ അമ്മ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 21ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മയുടെ വിവാഹം കഴിയുന്നു. പക്ഷേ അമ്മയ്ക്ക് അതിന് ശേഷം പഠിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ജനിച്ചു, കുഞ്ഞുങ്ങൾ ജനിച്ചു, അമ്മയ്ക്ക് പഠിക്കാൻ പറ്റിയില്ല. അമ്മയുടെ ഡിഗ്രി പഠിത്തവും പോയി. 21ാമത്തെ വയസ്സിൽ അമ്മയുടെ കല്യാണം കഴിഞ്ഞ്. പക്ഷേ ഞാനും BSc നഴ്സിങ്ങിൻ്റെ 3ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ വിവാഹം കഴിഞ്ഞു. അത് 21ാമത്തെ വയസ്സിൽ. എൻ്റെ അമ്മയുടെ 21ാം വയസ്സിൽ കഴിഞ്ഞു, എൻ്റെ 21ാമത്തെ വയസ്സിൽ കഴിഞ്ഞു. എനിക്ക് അതിന് ശേഷം പഠിക്കാൻ പറ്റിയിട്ടില്ല. വിദ്യാഭ്യാസം അങ്ങ് പോയി. 9 വർഷം കഴിഞ്ഞു. പക്ഷേ 2 കുഞ്ഞുങ്ങളുണ്ട്. 9 വർഷം കഴിഞ്ഞു എനിക്ക് പഠിക്കാം. അന്നത്തെ മീറ്റിങ്ങിനകത്ത് എൻ്റെ എന്തോ കെട്ടഴിഞ്ഞു. എൻ്റെ കണ്ണ് എവിടെയൊക്കെയോ അല്പമൊക്കെ തുറന്നു. എൻ്റെ കെട്ടെന്തൊക്കെയോ പോയി. എനിക്കങ്ങ് തോന്നുക 9 വർഷം കഴിഞ്ഞെങ്കിലും ആ ഡിഗ്രി ചെയ്യണം. ഇത്രയും നാൾ എന്താ തോന്നാഞ്ഞ്? കെട്ടുപൊട്ടിയിട്ടില്ല. കെട്ടുപൊട്ടാതെ റൈറ്റ് തോട്ട് പാറ്റേണും വരത്തില്ല. ആ മകള് അന്നും താമസിച്ചുകൊണ്ടിരുന്നത് കൊത്തന്നൂരിൽ തന്നെയാണ്. ഇപ്പോഴും താമസിക്കുന്നത് അവിടെ ആ ഏരിയയുടെ ഭാഗത്ത് തന്നെയാണ്. ഈ മകൾ പോയി ഒരു കോളേജിലെ ചെയർമാനോട് ചോദിച്ചു, സാറേ ഞാൻ BSc നഴ്സിങ്ങിൻ്റെ 3ാം വർഷം പഠിച്ചിട്ട് എൻ്റെ കല്യാണത്തോടുകൂടെ നിന്നുപോയി. 9 വർഷം ഗ്യാപ്പായി. എനിക്കൊരു അഡ്മിഷൻ തരുമോ, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ? ആ സാറ് പറഞ്ഞു പോയി KNC പോയി നോക്കാൻ പറഞ്ഞു. നേരെ KNC പോയി. KNC ചെന്നപ്പോൾ ഈ കോവിഡിൻ്റെ ഒക്കെ പ്രശ്നമൊക്കെ നടക്കുന്നതുകൊണ്ട് KNCക്കാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നിനക്ക് ഏതെങ്കിലും കോളേജ് അഡ്മിഷൻ തരുമെങ്കിൽ നീ പഠിച്ചോ, 3ാം വർഷം തൊട്ട് പഠിച്ച് എക്സാം എഴുതിക്കോളാൻ പറഞ്ഞു. പഴയ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തു, അവിടെ തൊട്ട് പഠിച്ച് എഴുതിക്കോളാൻ പറഞ്ഞു. ഈ മകൾ വന്ന് പിന്നെ ആ കോളേജ് പണ്ട് തൊട്ട് അവിടെ ഉണ്ട്. ഇത്രയും നാളും എന്താ കാണാഞ്ഞേ? കണ്ണ് കാണണമെങ്കിൽ കിട്ടുപൊട്ടണം. ആൻറ്റി ഇത്രയും നാളുടെ കോളേജ് അവിടെ ഉണ്ട്. പിന്നെ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ എനിക്ക് കോളേജ് INC ഇങ്ങനെ പറഞ്ഞു, ലെറ്റർ ഉണ്ടല്ലോ. ശരി, എല്ലാം പേപ്പർ വർക്ക് തുടങ്ങി. INC അക്സെപ്റ്റ് ചെയ്തു. 3ാം വർഷത്തെ എക്സാം എഴുതി, 4ാം വർഷത്തെ എക്സാം എഴുതി, ഡിസ്റ്റിങ്ഷനോടുകൂടെ പാസ്സായി. ആ മകള് OET എഴുതി ഇന്ത്യക്ക് വെളിയിൽ പോയി 3-4 വർഷം ജോലി ചെയ്തിട്ട് ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അല്ലേ? ശരി, എനിക്ക് മനസ്സിലായോ? ഇന്ത്യയിലുണ്ട്. അമ്മയുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒന്നല്ല കേട്ടോ, ഒന്നല്ല. ടൈം കിടക്കുക. അതിനെ ബ്രേക്ക് ആക്കാൻ രോഗമായിട്ടായിരിക്കാം വരുന്നത്, തകർച്ചയായിട്ടായിരിക്കാം വരുന്നത്, സ്പിരിച്വൽ അറ്റാക്കായിട്ടായിരിക്കും വരുന്നത്, മെൻ്റലി പ്രോബ്ലമായിട്ടായിരിക്കും വരുന്നത്, സൈക്കോളജിക്കൽ പ്രോബ്ലമായിട്ടായിരിക്കാം വരുന്നത്, സോഷ്യലി പ്രോബ്ലമായിട്ടായിരിക്കാം വരുന്നത്, ഫിനാൻഷ്യലി പ്രോബ്ലമായിട്ടായിരിക്കാം വരുന്നത്. പല രീതികളിൽ യു ഹാവ് ടു ബ്രേക്ക് ദാറ്റ് തിങ്. ബ്രേക്ക് ചെയ്താൽ ഉയരാം. പ്രാർത്ഥിക്കാം നമുക്ക്. പ്രാവിൻ്റെ രക്തത്തിൽ കൂടെ വന്ന, ബ്ലഡിൽ കൂടെ വന്ന പ്രശ്നത്തെ അതിന് സൊല്യൂഷൻ ബൈബിൾ പഠിപ്പിക്കുക. ഒരു പെസഹ കുഞ്ഞാടിൻ്റെ രക്തം ഇസ്രായേൽ മക്കൾ നെടലായിട്ട് ചിത്രീകരിച്ചപ്പോൾ അടിമത്തം നാളത്തേന് മാറ്റിയില്ല, അന്നുകൊണ്ട് തീർന്നെങ്കിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിക്കകത്ത് ആശ്രയിക്കേണ്ടതുപോലെ നിങ്ങൾ ആശ്രയിച്ചാൽ, നാളുകൾ താമസിക്കേണ്ട, ആശ്രയിക്കേണ്ടതുപോലെ ആശ്രയിച്ചാൽ ചില ബന്ധനങ്ങൾ അഴിയും, ചില കെട്ടുകൾ അഴിയും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിന് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കർത്താവേ, മെഡിസിൻ കഴിക്കുന്നത് കൊണ്ടല്ല വിടുതൽ കിട്ടുന്നത്. നിങ്ങൾ രോഗത്തിന് മെഡിസിൻ എടുക്കണം കേട്ടോ. ഫിനാൻഷ്യൽ ക്രൈസിസിന് മെഡിസിൻ എടുത്താൽ പറ്റത്തില്ല. ചില പ്രശ്നങ്ങൾക്ക് മെഡിസിൻ എടുത്താൽ പറ്റത്തില്ല. എല്ലാ പ്രോബ്ലങ്ങൾക്കും വചനം സൊല്യൂഷനാണ്. വചനം വിസ്റ്റമാണ്. മെഡിസിൻ എടുത്ത് ഇങ്ങനെ പോയി അതിനെ ജയിച്ചില്ലെങ്കിൽ അടുത്ത തലമുറയിൽ ഇത് കളിക്കും, അടുത്ത തലമുറയിലും കളിക്കും. പക്ഷേ നിങ്ങൾ ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും കൂടി ഞാൻ പറയുക, നിങ്ങളതിൻ്റെ വേര് പിഴും.
നിങ്ങളുടെ കുടുംബത്തിൽ കിടക്കുന്ന വേര് പിഴുതാൽ ഒരു വേര് പോലും വെക്കല്ല, അതിൻ്റെ തായ് വേര് ഉൾപ്പെടെ മൊത്തം എന്നേക്കുമായി എടുത്ത് കടലിക്കളയണം. എന്നിട്ട് കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ അടുക്ക വരുന്നു. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ ജനറേഷണൽ പ്രോബ്ലങ്ങൾ ഞങ്ങളുടെ മീതെ നിന്ന് ബ്രേക്ക് ആകപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നിങ്ങളുടെ തലയിലോട്ട് നിങ്ങൾ കൈവച്ചാട്ടെ. നിങ്ങളുടെ തലയിലോട്ട് നിങ്ങൾ കൈവച്ച്. സിസ്റ്റർ, പ്ലീസ് ലേ യുവർ ഹാൻഡ് അപ്പോൺ യുവർ ഹെഡ്. എവ്രി വൺ തലയിലോട്ട് കൈവച്ചാട്ടെ. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് പ്രേ, ജസ്റ്റ് സറണ്ടർ, സബ്മിറ്റ് ബിഫോർ ഗാഡ്. യേശുവേ, അങ്ങയുടെ രക്തത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ അടുക്കൽ വരുന്നു. നിങ്ങൾ പറഞ്ഞാട്ടെ, യേശുവേ അങ്ങയുടെ, എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, യേശുവേ അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ രക്തത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ വരുന്നു. ഞാനും എൻ്റെ കുടുംബവും വരുന്നു. കർത്താവേ, എൻ്റെ പിതാക്കന്മാർ വഴി, എൻ്റെ മാതാക്കൾ വഴി, എൻ്റെ ജീവിതം വഴി എന്നിലേക്ക് വന്ന, എൻ്റെ കുടുംബത്തിലേക്ക് വന്ന എല്ലാ പാരമ്പര്യ ശാപങ്ങളെയും, പാരമ്പര്യ പ്രശ്നങ്ങളെയും, പാരമ്പര്യ ശക്തികളെയും കർത്താവേ, അങ്ങയുടെ രക്തത്താൽ, അങ്ങയുടെ ക്രൂശിലെ രക്തത്താൽ ഞാൻ പൂർണ്ണമായി എന്നെ സറണ്ടർ ചെയ്തുകൊണ്ട് അതിനോട് ഞാൻ കൽപ്പിക്കുന്നു. പാരമ്പര്യ ശാപത്തോട് ഞാൻ കൽപ്പിക്കുന്നു. രക്തത്തിൽ കൂടെ വന്നതിനെ ഞാൻ യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ജയിക്കുന്നു. ഞാൻ യേശുവിൻ്റെ രക്തത്താൽ അതിനെ തകർത്തു കളയുവാൻ ഞാൻ എൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. എന്നെ വിടുവിക്കണമേ, എൻ്റെ ഭാവിയെ വിടുവിക്കണമേ, എൻ്റെ ജീവിതത്തെ വിടുവിക്കണമേ, എന്നെ സ്വതന്ത്രമാക്കണമേ. ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ ക്രൂശിലെ രക്തത്താൽ എനിക്ക് വിടുതലുള്ളതുപോലെ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ മാനിക്കപ്പെടും, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ കാവലുള്ളവനായിത്തീരും. എന്നെ പണിയണമേ. എൻ്റെ ജീവിതത്തെ ഞാൻ പരിശുദ്ധാത്മാവിനായി ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറകളെയും വിടുവിക്കണമേ. അങ്ങയുടെ വഴികളിൽ ഞാൻ നടക്കും, അങ്ങയുടെ സത്യത്തിൽ ഞാൻ നടക്കും, അങ്ങയുടെ വഴികളിൽ ഞാൻ തുടരും. കർത്താവേ, എൻ്റെ ജീവിതത്തിന് അന്ത്യം വരെ ഞാനും എൻ്റെ കുടുംബവും അങ്ങയുടെ വഴികളിൽ നടക്കും, അങ്ങയുടെ വചനത്തിൽ നടക്കും. എന്നെ സഹായിക്കണേ, യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. കർത്താവേ, അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. സഭയെ മുറ്റുമായി ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടണം. കൃപ കൊണ്ട് പൊതിയണം. യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ.